ഹലോ ഡിയേഴ്സ്, ഞാൻ എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഒരു ദിവസം വൈകുന്നേരം ഉപ്പിലിട്ടത് കഴിക്കാനായിട്ട് പുറത്ത് പോവുകയുണ്ടായി കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്ന് നിങ്ങളോട് കൂടെ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. എന്നെപ്പോലെ നിങ്ങൾക്കും ഉപ്പിലിട്ടത് കഴിക്കാനൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊക്കെ മിക്ക വീടുകളിലും ഉപ്പിലിട്ടത് നിറച്ച് വെച്ച ഭരണികളുണ്ടാകുമല്ലേ? അതിൽ നിന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി എടുത്ത് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു സ്വാദ്, അതിൻ്റെ ഓർമ്മകളൊക്കെ ഇപ്പോഴും ഇങ്ങനെ മനസ്സിലും നാവിലും ഒക്കെ നിറഞ്ഞു നിൽക്കും അല്ലേ? ഉപ്പിലിട്ടത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ പഴയ പല ഓർമ്മകളിലേക്കും പോകും. അങ്ങനെയല്ലേ നിങ്ങൾക്കും? നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഒരു പരമ്പരാഗത രീതിയാണല്ലോ ഈ ഉപ്പിലിട്ടത് വെക്കുക എന്നുള്ളത്. ഭരണികളിൽ നിറച്ച് വെക്കുക. ഫ്രൂട്ട്സ് ആണെങ്കിലും അതുപോലെ തന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും സാധാരണയായി ഉപ്പിലിട്ട് വെക്കാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ആ പോയ ഷോപ്പിലും ഇതുപോലെ കുറേ ഭരണികൾ നിറച്ച് കുറേ ഐറ്റംസ് ഉപ്പിലിട്ടതുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഏറെക്കുറെ എല്ലാം ട്രൈ ചെയ്തു. ഉപ്പിലിട്ടത് മാത്രമല്ല കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അവിടെ കുറേ ജ്യൂസ് ഐറ്റംസ് ഉണ്ടായിരുന്നു, ഷേക്ക്, എന്താ പറയുക, സർബത്തുകൾ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും ഏകദേശം കുറച്ചൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു. നല്ലതും ഉണ്ടായിരുന്നു. എനിക്ക് ഏറെക്കുറെ ഒക്കെ ഇഷ്ടമായി. എങ്കിലും ഓക്കെ പറയാവുന്ന കുറച്ച് ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞങ്ങൾ ആസ്വദിച്ചു. ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് നേരം അടിച്ചു പൊളിച്ചു, എൻജോയ് ചെയ്തു. അവിടെ കണ്ട ഭരണികളിൽ നിന്ന് മിക്ക ഐറ്റംസും നമ്മൾ ട്രൈ ചെയ്തു കേട്ടോ. ബീട്രൂട്ട് ഉണ്ടായിരുന്നു, ക്യാരറ്റ്, ചാമ്പയ്ക്ക, നെല്ലിക്ക, ആപ്പിൾ ഉണ്ടായിരുന്നു, ഗ്രീൻ ആപ്പിൾ, പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, പിന്നെന്താ ഇലന്തപ്പഴം, പച്ചമുളക് ഉപ്പിലിട്ടത്, അങ്ങനെ കുറേ ഏറെക്കുറെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതെല്ലാം ഒരുവിധം ട്രൈ ചെയ്തു കേട്ടോ. ഈ ഉപ്പിലിട്ടത് സാധാരണ കുറേ പേർക്കൊക്കെ ഇഷ്ടമാണ്, എന്നാൽ ചിലർക്ക് അതിനോടൊന്നും വലിയ പ്രിയമില്ലാത്തവരും ഉണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ അതൊക്കെ ചെറുത് പിന്നെ ഈ ബീട്രൂട്ട് ഒരെണ്ണം. ബീട്രൂട്ട് ഒന്ന് ഉപ്പിലിട്ടത് കാണുമ്പോഴും കഴിക്കുമ്പോഴും എനിക്ക് മൈൻഡിൽ ആദ്യം വരുന്ന കുറച്ച് ഓർമ്മകളുണ്ട് കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീടിൻ്റെ മുന്നിൽ റോഡരികിൽ നിൽക്കുന്ന ഒരു നാട്ടുമാവുണ്ട്. അവിടെ കുറേ നാട്ടുമാവുകളുണ്ട് കേട്ടോ. എൻ്റെ വീടിനോട് ചേർന്നൊരു നാട്ടുമാവുണ്ട്. അതിനകത്തുനിന്ന് നല്ല പഴുത്ത നാട്ടുമാങ്ങ റോഡരികിൽ വീഴുന്ന സമയത്ത് ഓടിപ്പോയി, മാങ്ങ വീഴുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ഓടിപ്പോയി എടുക്കുന്നൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഭരണിയിലാക്കി ഉപ്പിലിട്ട് വെക്കുന്ന കുറച്ച് ഓർമ്മകളും അത് കഴിക്കുന്ന കുറച്ച് ഓർമ്മകളും. അതുകൂടാതെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവരൊന്നും ഇപ്പം ഇല്ല കേട്ടോ, എവിടെയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ ആ വീട്ടിൽ താമസിച്ചിരുന്ന ആൻറ്റിയും അവർ ഭരണിയിലാക്കി വെച്ചിട്ട് നമുക്ക് തരും കേട്ടോ. എന്തൊരു ടേസ്റ്റാണ് അത് കഴിക്കുമ്പോൾ. ഉപ്പും എരിവും പുളിയും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റ്. നല്ല പഴുത്ത മാങ്ങ, അതിൻ്റെ ഓർമ്മ ഇപ്പോഴും സത്യം പറഞ്ഞാൽ വായിൽ വെള്ളം ഊറുന്ന ഓർമ്മകളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വ്ളോഗും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും പങ്കുവയ്ക്കാൻ മറക്കരുത് കേട്ടോ. പ്രത്യേകിച്ച് ഉപ്പിലിട്ടത് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കാഴ്ചയും വിശേഷങ്ങളും ഒക്കെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടർക്കും താങ്ക് യു, ബൈ.